ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോസേജ് റോളാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു രീതിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഓട്സ് എടുത്ത് ഒന്ന് ക്രഷ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാക്കറ്റിൽ 7 സോസേജ് ഉണ്ട്. അത് നമ്മൾ നടുവ് കീറി വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ ചീസ് ഇതുപോലെ ഫില്ല് ചെയ്യാം. നമ്മൾ എല്ലാത്തിലും ചീസ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചേക്കണ ഓട്സ് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് വയ്ക്കാം. അടുത്തായിട്ട് നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് മൈദമാവ്, ഏതാണ്ട് 3/4 കപ്പ് മൈദമാവും, അതിലേക്ക് ഒരു കോഴിമുട്ടയും ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പഴംപൊരിക്കൊക്കെ മാവ് കലക്കുന്ന പോലെ ഇത്തിരി കട്ടിയിൽ വേണം കലക്കിയെടുക്കാനായിട്ട്. കാരണം സോസേജ് ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ അതിൽ പിടിച്ചിരിക്കണം. അതേ പാകത്തിന് വേണം ഇത് കട്ടിയിൽ കലക്കിയെടുക്കാൻ. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഈ കലക്കിയ മാവ് ഒഴിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ ഓട്സ് ക്രഷ് ചെയ്ത് വെച്ചതിൽ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു കളറിന് വേണ്ടി മാത്രമാണ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് മസാലപ്പൊടി അങ്ങനെയൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. ആദ്യം തന്നെ നമ്മൾ സോസേജ് ചെയ്തെടുത്ത് ഈ മാവിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സിലും കൂടി ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഓട്സിന് പകരം ബ്രെഡ് ക്രംസോ അതല്ല കെർലോസ് ക്രംസോ ഒക്കെ നമുക്കിതിന് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ എല്ലാ സോസേജും നമുക്ക് റോൾ ചെയ്തെടുക്കാം. നമ്മൾ സോസേജ് എല്ലാം ഓട്സ് ക്രംസിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലൽപ്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് സോസേജ് ഓരോന്ന് വീതം എടുത്ത് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് മുരിവായി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് സോസേജ് വരഞ്ഞ് അതിൽ മുളകൊക്കെ പുരട്ടി നല്ല മസാലകളൊക്കെ പുരട്ടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സോസേജ് റോൾ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കത് കോരിയെടുക്കാം. ഇതുപോലെ സോസേജ് തയ്യാറാക്കിയാൽ വളരെ ടേസ്റ്റി ആയിരിക്കും. പിന്നെ സോസേജ് എല്ലായ്പ്പോഴൊന്നും കുട്ടികൾക്ക് കൊടുക്കരുത്. വല്ലപ്പോഴൊരിക്കൽ ഒരു ചേഞ്ചിന് വേണ്ടി മാത്രം ഇതുപോലെ ചെയ്തെടുക്കുക. ഇതിപ്പോൾ നല്ല ടേസ്റ്റുള്ള രീതിയിലാണ് നമ്മൾ സോസേജ് റോള് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നിങ്ങൾ സോസേജ് വാങ്ങിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. നാളെ ഞാൻ മറ്റു റെസിപ്പിയുമായി വരാം. താങ്ക് യു.